ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത്ര കണ്ട സോഫ്റ്റ്വെയർ ഉണ്ണിയപ്പം കേട്ടോ. അതിനായിട്ട് അരി കുതിർക്കി അരക്കി ഒന്നും ചെയ്യേണ്ടത്, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ. അജൂസ് വേൾഡിൽ അജുച്ചേട്ടനും സരിത ചേച്ചി ഉണ്ടാക്കിയത് ഞാൻ ചെയ്ത് നോക്കിയതായിരുന്നു. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3 ബൗള് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര റവ എടുക്കുന്നോ അതേ സെയിം അളവിൽ തന്നെ നമുക്ക് പാല് വേണം. നമ്മുടെ പശുമ്പാൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മളിത് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് നോർമൽ ഒരു ഉണ്ണിയപ്പത്തിന് മധുരം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത്ര അളവിലെടുത്തപ്പോൾ തന്നെ ഇത് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിത് അലിച്ചിട്ടെടുക്കണം. ഇതിനായിട്ട് അധികം വെള്ളം ഒഴിച്ച് ആക്കരുത്, നമ്മൾ ചില കട്ടയിൽ തന്നെ കിട്ടണം. പിന്നെ അതിന് ശേഷം ഒരു മിക്സിയിലോട്ട് ഞാനൊരു 3 ഏലക്കായുടെ കുരു ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം. അതിലോട്ട് ഞാൻ ഇപ്പോൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റവയുടെ മിക്സ് ഇടുന്നതിന് ശേഷം ശർക്കര പാനിയാക്കിയത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു നുള്ളു ഉപ്പിടണം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം ആട്ടോ ഇടുന്നത്. കാരണം നേന്ത്രപ്പഴം ഇടുന്നതുകൊണ്ട് തന്നെ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കൊപ്രയാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങ എടുക്കില്ലാത്തവർക്ക് അതൊന്നും ഞാൻ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് എള്ളും കൂടി ഇട്ടിട്ടുണ്ട്. ഈ മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടത്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിട്ടിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്.